നമസ്കാരം. ഒരു ശക്തിപീഠമെന്ന് പറയുന്ന ഡാകേശ്വരി ശക്തിപീഠമുള്ള ബംഗ്ലാദേശ് ലോകത്തിന് ലാൽ പാൽ ബാൽ എന്ന് പറയുമ്പോൾ വീര ദേശാഭിമാനികളെയും വിപ്ലവകാരികളെയും ചെയ്ത നാട് ബംഗാളികളാണ്. ഈ നാടിന് വന്ദേമാതരം കൊടുത്ത സന്യാസിമാർ ഈ ലോകത്തിന് ഒരു മാർഗം കൊടുത്ത ഒരു പ്രദേശമായിരുന്നു വംഗഭൂമി. പക്ഷേ ഈ വംഗഭൂമിയിൽ ഇന്ന് ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെ ആരംഭിച്ചതല്ല. ഇത് കാളാപ്പഗാഡിൻ്റെ കാര്യം മുതൽ, ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ, അല്ലെങ്കിൽ ലാജിത് ബർബുക്കാരുടെ കാലം മുതൽ ആ പ്രദേശത്തുണ്ടായിട്ടുള്ള ഒരു അതിക്രമമായിരുന്നു. ആ അതിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതം വിഭജനമായപ്പോൾ അവിടെ 38% ഹിന്ദുക്കളുണ്ടായിരുന്നു. പക്ഷേ ഇസ്ലാമിൻ്റെ സിദ്ധാന്തം വേറെ ആരെയും ജീവിക്കാൻ വഴിയില്ലാതെ മതം മാറ്റുകയും കൊല്ലുകയും അവരുടെ സ്വത്തുകൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. കാലഘട്ടത്തിൻ്റെ സ്ഥിതിയിൽ ബംഗ്ലാദേശ് ഒരു മുസ്ലിം രാജ്യമായിട്ട് നിർണ്ണയിക്കുകയും അവർ ഭരണം നടത്തുമ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ജീവിത ശൈലിയുമില്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പല കാരണങ്ങളും പറയുകയാണ് അവർക്ക് മൈനോറിറ്റി റൈറ്റ്സ് ഉണ്ട്. ലോകത്ത് ഒരു സ്ഥലത്തും മൈനോറിറ്റി റൈറ്റ്സ് ഇല്ല, അവിടെ ആർക്കും ഇല്ല. ഈ കാലഘട്ടത്തിലാണ് ലോകം മുഴുവനുമുള്ള കഴിഞ്ഞ 10 വർഷമായിട്ട് ലോകം മുഴുവനും ഭാരതത്തിൻ്റെ ശക്തിയും പ്രൗഢിയും അതേപോലെ പ്രശംസകളും വന്ന നേരത്ത് എങ്ങനെയെങ്കിലും ഭാരതത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ചുറ്റുവട്ടാരത്തുള്ള നാടുകൾ പാകിസ്ഥാനെ ഇല്ലാതാക്കി, ശ്രീലങ്കയെ ഇല്ലാതാക്കി, ബർമ്മദേശത്തിനെ ഇല്ലാതാക്കി, അങ്ങനെ നേപ്പാളിനെ ഇല്ലാതാക്കാനൊക്കെയുള്ള പരിശ്രമങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടെങ്കിലും ബംഗ്ലാദേശിനെയും ഭാരതത്തിന് വിരോധമാക്കണം. അതിന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യ ഗ്രൂപ്പ്, ആ പ്രതിപക്ഷം, മോദി സർക്കാർ വരികയാണെങ്കിൽ ഭാരതത്തിൽ ഒരു വലിയ തീജ്വാലകളുണ്ടാകും, ഇവിടം എരിയും എന്ന്, തീ പറ്റി എരിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം വിഷയങ്ങൾ പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ചതാണ് എങ്ങനെയാണോ ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്ററിനെ പുറത്താക്കിയത് അതേപോലെ ബംഗ്ലാദേശിലിരിക്കുന്ന പ്രൈം മിനിസ്റ്ററെ പുറത്താക്കി. അവർക്ക് ഭാരതം അഭയം കൊടുത്തു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട്, ഹിന്ദുക്കളാണ് അഭയം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളെ അടിക്കുക. ഇതിന് ശരിയായിട്ടുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ 1921 നടന്ന മാപ്പിള ലഹളയാണ്, മാപ്പിള കലവരമാണ്. അവർ ഹിന്ദുക്കളെ കൊന്നു. എന്തിനാ ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റ് തോറ്റുപോയതിന് മലബാറിൽ ഇത്രയും കൊല നടന്നത്? അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ ക്രൂരകൃത്യങ്ങളാണ് നടന്നത്. തൂവൂർ കിണർ ഇന്ന് ഇല്ല എന്ന് ചരിത്രം പറയുന്നവർ എത്ര പേരെയാണ് കൊന്നൊടുക്കിയത്? ശംഖ് വെട്ടിയുണ്ട്, അവിടെ അറുത്ത് കൊന്ന കാലങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഷേഖ് ഹസീനയ്ക്ക് ഇവിടെ നമ്മുടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുത്തു, തസ്ലീമാക്ക് കൊടുത്തു. അതുകൊണ്ടാണ് അവിടുത്തെ ഹിന്ദുക്കളെ കൊല്ലുന്നത്. അതുമാത്രമല്ല, ഭാരതത്തിൻ്റെ എല്ലാ വസ്തുക്കളും അവർ ബഹിഷ്കരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഭാരതത്തിലുള്ള ഹിന്ദുക്കൾ ഇവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും അവരോട് ചേർന്ന സംഘടനകളും പാർട്ടികളും പ്രവർത്തിക്കുകയാണ്. നമ്മൾ CAA കണ്ടില്ലേ? CAA പറഞ്ഞതിൻ്റെ കാരണം എന്താ? ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആ പ്രദേശത്തു നിന്ന് അഭയാർത്ഥികളായി വരുന്ന ന്യൂനപക്ഷ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ജൈനമതസ്ഥർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കണമെന്നല്ലേ അന്ന് ഇവരൊക്കെ എന്താ തെറി വിളിച്ചത്? ഇപ്പോൾ അവിടെ അനുഭവിക്കുന്ന കഷ്ടം കണ്ടപ്പോൾ ഇവരാരെങ്കിലും വായി തുറന്നോ? ഒന്നും പറഞ്ഞില്ലല്ലോ. വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ ശബ്ദം ഉണ്ടാക്കിയ നമ്മുടെ വേണുഗോപാൽ എന്താ ചെയ്യാത്തത്? അപ്പോൾ ഈ വിഷയത്തിൻ്റെ പിന്നിൽ ഭാരതത്തിനെ ഇല്ലാതാക്കാൻ വേണം. ഇവിടെ ഭാരതത്തിലൊരു സംഘർഷം സൃഷ്ടിക്കണം. അതുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്ത് വളരെ ശ്രദ്ധാപൂർവമായിട്ട് ഇത് നാളെ നമുക്ക് വരാൻ പോവുകയാണ്. ഭാരതം ഇത് വളരെ പെട്ടെന്ന് അത് കാണാൻ പോവുകയാണ്. അവലും മലലും വെച്ചോളൂ എന്ന് പറഞ്ഞ ആ പ്രസ്ഥാനം എല്ലാത്തിനും തയ്യാറായിരിക്കുകയാണ്. എന്ന് നടക്കുമെന്നറിയില്ല. എവറിത്തിങ് ക്ലിയർ, ഷൂട്ടിംഗ് ഈസ് ബാക്കി, അത്രയേ ഉള്ളൂ. ചിത്രം, തിരക്കഥ, സംഭാഷണം, ഗാനം ഒക്കെ തയ്യാറാണ് എന്നാണ്. ഷൂട്ടിങ്ങിന് നല്ല മുഹൂർത്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് താറുൽ ഇസ്ലാമാക്കാൻ അവർ എവിടെ പൊട്ടിപ്പുറപ്പെടുമെന്ന് അറിയില്ല. ഒരുപക്ഷെ അത് പൊട്ടിപ്പുറപ്പെടുന്നത് ബംഗാളിന് ഒരു മമത അതിന് സാഹചര്യം ഒടുക്കി കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലൊരു സ്റ്റാലിൻ അതിന് ഡെങ്കു ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സിദ്ധരാമയ്യ കർണാടകത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒബ്സർവേഷൻ പെട്ടെന്ന് നടക്കുന്നത് ദക്ഷിണ ഭാരതത്തിലായിരിക്കും. ഇവിടുത്തെ ഹിന്ദുക്കൾ ഇസ്ലാമിയരുടെ പ്രകോപനമോ അവരുടെ ചൂഷണങ്ങളോ അനുഭവിച്ചിട്ടില്ലാത്തവരാണ്. അപ്പോൾ വിശ്വഹിന്ദു പരിഷത്ത് എന്താ ചെയ്തത്? നമ്മളൊരു തീരുമാനമെടുത്തു.
എല്ലാ സ്ഥലത്തും പോയി മുഴുവൻ ഹിന്ദു സമാജത്തിനും അവരെ പ്രബോധനം ചെയ്യുക. ഈ സംഭവം നാളെ നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കാൻ നിങ്ങൾ എന്താ സുരക്ഷ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ കുട്ടികളെ, നമ്മുടെ വരുന്ന തലമുറയെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് സന്യാസിമാർ, സമൂഹ നേതാക്കന്മാർ എന്ന് പറയുന്ന ജാതി സംഘടനയിലുള്ള നേതാക്കന്മാർ, ഇവരെ എല്ലാം കണ്ട് നമ്മുടെ സമാജത്തിന് നാളെ ഇതേപോലത്തെ ഒരു ആക്രമണം വന്നാൽ പ്രത്യാഘാതം ചെയ്യണമെന്ന് പറയില്ല, നമ്മൾ സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വിഷയങ്ങളും നിങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞ് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും പല സന്യാസിമാരെ കണ്ട് സംസാരിച്ചിരുന്നു. ഇതാണ് തീരുമാനം. നമ്മുടെ അഖില ഭാരത അധ്യക്ഷൻ മാനനീയ അലോക് കുമാർജിയും അതേപോലെ സെക്രട്ടറി ജനറൽ ബജ്രംഗ് ദാൽ ബാഗ്ഡാജിയും ഹോം മിനിസ്റ്ററെ കണ്ട് ഈ വിഷയങ്ങൾ സംസാരിച്ചു. അതിൽ നമ്മളൊരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. അഭയാർത്ഥികളായി വന്ന് നിൽക്കുന്നവർ, ബോർഡറിൽ വന്ന് നിൽക്കുന്നവർക്ക് ജീവിത സൗകര്യം തയ്യാർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ സർക്കാരോ അവർക്ക് ചെയ്തു കൊടുക്കണം. ഇനിയും ജീവനോടിരിക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സംഭവം നാളെ ഭാരതത്തിലുണ്ടാകരുത് എന്ന് ജനങ്ങളെ ഉത്ബോധനം നടത്തുന്നു, പ്രബോധനം നടത്തുന്നു. ഒരു ദിവസം ഒരു പ്രക്ഷോഭമോ ഒരു പൊതുസമ്മേളനമോ നടത്തിയാൽ തീരുന്ന സംഭവമല്ല ഇത്. 100 വർഷത്തെ സംഭവമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ബംഗ്ലാദേശിനെ കുറിച്ചിട്ട് വിശ്വ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം.